പാലക്കാരി ഈ ഒരു റെസ്റ്റോറൻറ്റ് അത്ര പെട്ടെന്ന് മറന്നു കാണാൻ വഴിയില്ല. കാരണം കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വളരെയധികം കോൺട്രവേഴ്സി ആയ ഒരു റെസ്റ്റോറൻ്റ് ആണ് ഈ കാണുന്നത്. വളരെ യാദൃശ്ചികമായി പാലവഴി പോയപ്പോഴാണ് ഈ റെസ്റ്റോറൻറ്റ് വീണ്ടും ഓപ്പൺ ചെയ്തത് ഞാൻ അറിഞ്ഞ്. പിന്നെ നോക്കിയില്ല എന്താണെന്ന് ഏറി നോക്കാന്ന് വെച്ച്. ഇവിടെ താഴെയും മേളിലുമാണ് ഡൈനിങ് ഏരിയ വരുന്നത്. താഴെയാണെങ്കിൽ ലിമിറ്റഡ് സ്പേസേ ഉള്ളൂ, പക്ഷേ മേളിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. എനിക്ക് ഇവരുടെ മേളിൽ ഡൈനിങ് ഏരിയ പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അധികം എങ്ങും കാണാത്തൊരു വെറൈറ്റി ഡൈനിങ് ഏരിയ. ഇനി നമ്മളിവിടെ ട്രൈ ചെയ്ത് എന്തൊക്കെയെന്നൊക്കെ അറിയണ്ടേ. ഇവരുടെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ചിക്കൻ മൊമോസ്, ചിക്കൻ ഫ്രൈഡ് റൈസ്, കാന്താരി അൽഫാം, പെരി പെരി അൽഫാം, അമേരിക്കൻ ചോപ്സി ആൻഡ് ഡ്രാഗൺ ചിക്കൻ. ഈ കണ്ട 6 ഐറ്റംസ് ആണ് നമ്മൾ ഇന്ന് ഓർഡർ ചെയ്തത്. ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് ഇവരുടെ ഈ ചിക്കൻ മൊമോസിനെ പറ്റിയാണ്. ഇത്രയധികം ഫില്ലിങ്സിലൂടെ ഞാൻ വേറെ മൊമോസ് കഴിച്ചിട്ടില്ല. ഒരു മൊമോസ് എടുത്ത് ആ സോസിൽ ഡിപ്പ് ചെയ്ത് കഴിച്ച സ്വർഗ്ഗം തന്നെ. ഈ സോസ് വേറെ ഐറ്റമാണ്, ഇവിടെ മാത്രമേ കിട്ടത്തുള്ളൂ. പിന്നെ നമ്മൾ ട്രൈ ചെയ്തത് ഇവിടുത്തെ പെരി പെരി അൽഫാമാണ്. അത്യാവശ്യം നല്ല രീതിയിൽ എരിവുണ്ടായിരുന്നു. പക്ഷേ എരിവിന്റെ കാര്യത്തിൽ ഇവനെ വെട്ടാൻ വേറെ അറിയില്ല. ഇവരുടെ കാന്താരി അൽഫാം കണ്ണീന്നും ചെവിന്നും തീ പറഞ്ഞ ഐറ്റമാണ്. ഇന്ന് നമ്മൾ ട്രൈ ചെയ്തത് അമേരിക്കൻ ചോപ്സിയാണ്. അത്യാവശ്യം നല്ല പ്രീമിയം രീതിയാണ് ഇവർ ഇത് പ്രസന്റ് ചെയ്യുന്നത്. ഇത് ടേസ്റ്റ് വൈസ് നോക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ഡ്രൈ ആയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു എനിക്ക് തോന്നി. അവസാനം നമ്മൾ ട്രൈ ചെയ്തത് ഇവരുടെ ഡ്രാഗൺ ചിക്കൻ ആണ്. ഓവർ ഫ്ലേവേർഡ് ഒന്നും അല്ലാത്ത ഒരു കിടിലൻ ഐറ്റം. 100% വെർത്താണത്. നമ്മൾ ഇവിടെ നിന്ന് 6 ഡിഷ് ട്രൈ ചെയ്ത് അതിൽ 5 എണ്ണം മസ്റ്റ് ട്രൈ ഐറ്റമാണ്. ഇതിനു മുമ്പേ ഈ റെസ്റ്റോറൻറ്റിൽ കോൺട്രവേഴ്സി ഉണ്ടാവുള്ള കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഇപ്പൊ ഇത് ഏറ്റെടുത്ത് നടത്തുന്നവർ മുമ്പുണ്ടായിരുന്ന എല്ലാ പ്രോബ്ലംസും സോർട്ട് ഔട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. അത് ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്ന നിലയിലാണ് ഞാൻ പറയുന്നത്. നേരെ വിട്ടോ, ധൈര്യമായിട്ട് വിട്ടു. അടുത്തൊരു വീഡിയോ ഇവിടെ വരാം. സ്റ്റേ ട്യൂൺ.